പുത്തരി ചുണ്ടയാ ഇത് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ചെടിയും ഞാനിപ്പോൾ കാണിക്കാം. ഇങ്ങനെയാവും ഇത് വരുന്നേ. ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ചെടിയെ. ഇത് കണ്ടോ, ഇത് കായ. ഇതാ ഇതിൻ്റെ പൂവേന്ന് ചെറിയ കായ ഉണ്ടായി നിൽക്കുന്നു. പിന്നെ നമ്മളതല്ലെങ്കിൽ പറിച്ചെടുത്തു. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. ആദ്യമായിട്ട് ഈ കായെല്ലാം ഉണ്ടല്ലോ ഒന്ന് പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് പൊട്ടണം. ഇതിനകത്ത് കുറച്ച് അരിയുണ്ട്, അത് കുറച്ചങ്ങ് കളയണം, ഒത്തിരി വേണ്ട. അരി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അരി അങ്ങ് കുറച്ച് കളയാം. ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് എടുക്കണം. അത് എനിക്ക് പൊട്ടിക്കാൻ അറിയത്തില്ലായിരുന്നേ, ഞങ്ങളുടെ അമ്മയാണ് പൊട്ടിച്ച് തരുന്നത്. ഒരു പാത്രത്തിലോട്ടിട്ട് ഇത് കണ്ടോ, പൊട്ടിക്കഴിഞ്ഞപ്പോൾ അരി പോകുന്നേ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചത് നല്ലപോലെ ഞെരടി കഴുകണം. നല്ലപോലെ ഞെരടി കഴുകുമ്പോൾ അതിൻ്റെ അകത്തുള്ള അരിയൊക്കെ അങ്ങ് പോകും. എന്നിട്ട് അതിൻ്റെ തോട് പോലത്തെ അതാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് ഒരുപാട് മരുന്നാണ്, ഔഷധ ഗുണമുള്ള സാധനമാണ്. ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ അകത്തെ കുറച്ച് അരിയെ കളഞ്ഞിച്ച് കണ്ടിപ്പോൾ ഇവിടെ വാരിയെടുക്കുവാണ് വെള്ളത്തിൽ നിന്ന്. ഇനി നമുക്ക് അതിന് വേണ്ടി ഒരു അരപ്പുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി, തേങ്ങ ഇത് നമുക്ക് ചതച്ചെടുക്കാമേ. കടുക് ചതച്ചതിടാമേ. നമ്മുടെ ചുണ്ടയ്ക്ക ഇടാം. ഇത് കടയിലൊന്നും കിട്ടത്തില്ല വിൽക്കാൻ, നമ്മുടെ പറമ്പുകളിലാണ് ഇതുണ്ടാകുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിടാമേ. കരിയാപ്പില. ഇതിൻ്റെ പ്രത്യേകത ഇത് തല്ലി പൊട്ടിച്ച് അകത്തെ അരി കളയുന്നു, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഏതാനായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാമേ. നമ്മുടെ തോരനായേ. നമുക്കിത് ഒരു പാത്രത്തിലോട്ടൊന്ന് വിളമ്പിയെടുത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം.